നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ബ്രസീലിയൻ ഫുട്ബോളിൽ ടിറ്റയുടെ വിലയറിയുന്ന സമയമാണിത്. വലിയ രൂപത്തിലെ വിമർശനങ്ങൾ അദ്ദേഹം ടീമിനെ പരിശീലിപ്പിച്ച സമയത്ത് പലരും ഉയർത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടക്കാരായിട്ടുള്ള കുറച്ച് കളിക്കാരുണ്ട്, എന്തു വന്നാലും അവരെ തന്നെ അദ്ദേഹം ടീമിലെടുക്കുന്നുള്ളൂ, മറ്റ് താരങ്ങളെ അദ്ദേഹം പരിഗണിക്കുന്നില്ല. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിമർശനങ്ങൾ അന്ന് ഉന്നയിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. അർജൻറ്റീനയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശക്തി എന്താണ്? അവരുടെ ടീം വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിക്കുന്ന ഒരു കോറുണ്ട്. ആ കോർ താരങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കാരണം അന്താരാഷ്ട്ര ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ക്ലബ് ഫുട്ബോൾ പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയാൻ കാരണം ക്ലബ് ഫുട്ബോൾ വളരെ എളുപ്പമാണെന്നല്ല, ക്ലബ് ഫുട്ബോളിലെ കോച്ചിങ് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം താരങ്ങളെ മാസങ്ങളോളം ഒപ്പം കിട്ടും, നീണ്ട കാലം ഒരു സീസണിൽ അവർ ഒരുമിച്ചാണ്. അതേസമയം അന്താരാഷ്ട്ര ഫുട്ബോൾ എങ്ങനെയാണ്? ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് വന്നു, 4-5 ദിവസങ്ങളിൽ അവർ ഒരുമിച്ചുണ്ടാകും. അതിൽ കുറച്ച് ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഈ കഴിഞ്ഞ കളിക്ക് ആകെ 2 ദിവസത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് നേരെ അങ്ങ് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കെമിസ്ട്രി വർക്കൗട്ടാക്കി എടുക്കുക എന്നുള്ളതൊക്കെ കോച്ചുമാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ബ്രസീൽ കോച്ച് ഡൊറിവാൾ ജൂനിയർ അത് ഈ തവണയും പറയുകയുണ്ടായി. അതേസമയം ടിറ്റെ അതുകൊണ്ട് തന്നെയാണ് ഒരേ താരങ്ങളെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നത്. അദ്ദേഹം ഒരു ക്ലബ് ടീമിനെ കൊണ്ടുപോകുന്ന പോലെയാണ് ബ്രസീലിയൻ ദേശീയ ടീമിനെ കൊണ്ടുപോയിരുന്നത് എന്ന് അക്കാലത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു എല്ലായ്പ്പോഴും താരങ്ങളുമായിട്ടൊരു ടച്ച്, അതായത് താരങ്ങൾ അവരുടെ ക്ലബ്ബിലേക്ക് പോയാൽ പോലും അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ബ്രസീൽ ടീമിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ക്ലബ് ടീമിനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് കളിക്കളത്തിൽ കാണാനും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. അതുകൊണ്ട് പലരും ഇപ്പോൾ മുറവിളി കൂട്ടുന്നു, ടിറ്റി ഒന്ന് മടങ്ങി വന്നെങ്കിൽ എന്നുള്ളത്. പക്ഷേ അതിനുള്ള സാധ്യത നിലവിൽ വളരെ കുറവാണ്. ടിറ്റയുടെ കാലഘട്ടം ഒന്ന് നോക്കാം നമുക്ക്. അദ്ദേഹം ബ്രസീൽ ദേശീയ ടീമിൻ്റെ കോച്ചായിരുന്ന കാലഘട്ടം 2016 മുതൽ 2022 വരെ നീണ്ട 6 വർഷക്കാലമാണ്. 81 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ബ്രസീൽ കളിച്ചത്. അതിൽ 60 എണ്ണം വിജയിച്ചു, അതായത് 74% വിന്നിംഗ് പെർസെൻറ്റേജ്. 15 മത്സരങ്ങൾ സമനില, 6 കളികളാണ് അന്ന് തോറ്റിട്ടുണ്ടായിരുന്നത്. 174 ഗോളുകൾ അടിച്ചു. 2.15 ഗോളുകൾ പെർ ഗെയിം ബ്രസീൽ അടിച്ചിട്ടുണ്ടായിരുന്നു. 30 ഗോളുകളാണ് ആകെ കൺസീഡ് എന്ന് പറഞ്ഞാൽ 0.37 പെർ ഗെയിം മാത്രമാണ് ഗോൾ കൺസീഡ് ചെയ്തത്. ഗോൾ ഡിഫറൻസ് പ്ലസ് 144 അദ്ദേഹത്തിൻ്റെ കീഴിൽ ബ്രസീൽ അന്താരാഷ്ട്ര കിരീടവും ചൂടി. അതായത് 2019 കോപ്പ അമേരിക്കയിൽ സാക്ഷാൽ നെയ്മർ ജൂനിയർ ഇല്ലാതിരുന്നിട്ടും ബ്രസീൽ ടീമിന് അദ്ദേഹത്തിന് കിരീടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ മികവ് തന്നെയാണ്. പിന്നെ വേൾഡ് കപ്പുകളിൽ നിർണായക പോരാട്ടങ്ങളിൽ കാലിടറി പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ള വീഴ്ച. അതിലൊരു കളി 2018 വേൾഡ് കപ്പ് ബെൽജിയത്തോട് അവസാനം വരെ പൊരുതിയിട്ട് ഒറ്റ ഗോളിൽ വീണ് പോയതാണ്. അടുത്ത കളി നിങ്ങൾക്ക് അറിയാമല്ലോ, 2022 ആ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ക്വാർട്ടർ ഫൈനൽ ബ്രസീൽ ടീം പുറത്തായത്. ഇന്നിപ്പോൾ വേൾഡ് കപ്പിന് യോഗ്യത കിട്ടുമോ എന്നിട്ടല്ലേ ക്വാർട്ടർ ഫൈനൽ എന്ന രൂപത്തിലേക്ക് ബ്രസീൽ പതറുമ്പോൾ ടിറ്റയെക്കുറിച്ച് എല്ലാവരും ഓർക്കുന്നു. ടിറ്റ പോയതിനു ശേഷം ബ്രസീൽ 25 കളികൾ കളിച്ചു. ജയിച്ചത് എത്രയാണെന്നറിയാമോ? പകുതി പോലും വിജയിച്ചിട്ടില്ല. ടിറ്റയുടെ കീഴിൽ 74% വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന ബ്രസീൽ ടീമിന് ടിറ്റ പോയതിനു ശേഷം വെറും 40% മാത്രമാണ് വിന്നിംഗ് പെർസെൻറ്റേജ്. 10 മത്സരങ്ങൾ മാത്രമാണ് 25 കളികൾ ടിറ്റയ്ക്ക് ശേഷം കളിച്ചിട്ട് ബ്രസീൽ ജയിച്ചത്. 8 മത്സരങ്ങൾ ഡ്രോ ആയി എന്ന് പറഞ്ഞാൽ 32% കളികളും ഡ്രോ ആയിരുന്നു. 7 കളികൾ തോറ്റു. ടിറ്റയുടെ കീഴിൽ ആകെ 6 കൊല്ലം കൊണ്ട് തോറ്റത് 6 കളിയാണെങ്കിൽ ടിറ്റ പോയതിനു ശേഷം 2 കൊല്ലമാകുമ്പോഴേക്കും 7 കളികൾ തോറ്റു കഴിഞ്ഞു. 40 ഗോളുകൾ സ്കോർ ചെയ്തു, 31 ഗോളുകൾ തിരികെ വാങ്ങിയിട്ടുണ്ട്. ടിറ്റയുടെ കീഴിൽ 0.37 ഗോൾസ് പെർ ഗെയിമാണ് കൺസീഡ് ചെയ്തതെങ്കിൽ ഇവിടെ 1.24 ഗോൾസ് പെർ ഗെയിമാണ് കൺസീഡ് ചെയ്തിരിക്കുന്നത്. ടിറ്റയുടെ കാലഘട്ടത്തിൽ നിന്ന് എത്രയോ വ്യത്യാസമാണ് ഇപ്പോഴത്തെ ബ്രസീൽ ടീമിൻ്റെ പോക്കെന്ന് കാണിക്കുന്നതാണ് ഈ കണക്കുകളൊക്കെ. ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ടിറ്റയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? അദ്ദേഹം കുറച്ചു കാലം വിശ്രമത്തിലായിരുന്നു. അതിനുശേഷം 2023 ഫ്ലെമിംഗോയുടെ കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുത്തു. പക്ഷേ അതേ കാലം നീണ്ടു നിന്നില്ല. ടീമിൻ്റെ പെർഫോമൻസ് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സാക്ക് ചെയ്യുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. ഏതായാലും ടിറ്റെ ഇനി ഒരിക്കൽ കൂടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങളടക്കം ഈ കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് ടിറ്റയായിരുന്നു ഫാർ ബെറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. 63-കാരനായിട്ടുള്ള ടിറ്റെ ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യം എല്ലാവരിലുമുണ്ട്. പക്ഷേ ബ്രസീൽ ടീം മറ്റിടങ്ങളിലേക്ക് നോക്കുന്നു, യൂറോപ്പിൽ നിന്നുള്ള കോച്ചിനെ കൊണ്ടുവരാൻ നോക്കുന്നു എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഒരു കാര്യം ഉറപ്പാണ്, ടിറ്റെ മാറിയിട്ട് ബ്രസീലിൽ നിന്ന് ഏത് കോച്ചിനെ കൊണ്ടുവന്നാലും അത് താഴേക്കുള്ള പോക്കായിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.